ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് ശേഷം ഇപ്പോൾ ഞാൻ രണ്ടാമത് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഉത്സവമായ കൊടുങ്ങല്ലൂർ ഭരണി വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും കൊടുങ്ങല്ലൂർ ഭരണി കാണാൻ എല്ലാവരും വരണം. പക്ഷേ പലർക്കും ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ ഭരണി പേടിയാണ്, ആ ഭാഗത്തൊന്നും അടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിക്കളയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും പറയുന്നതും. അപ്പോൾ അതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഭരണിക്ക് വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറുഭരണി കഴിഞ്ഞു, കൊടിയേറി കഴിഞ്ഞു. ഫെബ്രുവരി 23 തിങ്കളാഴ്ച ആയിരുന്നു ചെറുഭരണി. ഇനി വരും 15 നമ്മുടെ കോഴിക്കൽ മൂടലാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് പട്ട് വിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാതും ദേവിക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ് കോഴിക്കൽ മൂടൽ. പിന്നെ അത് കഴിഞ്ഞ് 21 അശ്വതി കാവ് തീണ്ടൽ. അപ്പോൾ അതിൽ ഒരുവിധം നല്ല തിരക്കൊക്കെ ആയിരിക്കും. നമുക്ക് വരാൻ പറ്റുമോ പറ്റില്ല എന്നൊന്നും അറിയില്ല. എങ്കിലും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റും. വന്ന് കാണേണ്ടവർക്ക് വന്ന് കാണാം. നല്ല തിരക്കായിരിക്കും. അങ്ങനെ പിള്ളേരുകളെയൊന്നും കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ വരണ്ട. അല്ലാത്ത പക്ഷം നിങ്ങളിത് വന്ന് കാണണം. ഒരു വട്ടം കണ്ടേ മതിയാവുള്ളൂ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അതെ, പിന്നെ എനിക്ക് കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി. പിന്നെ നമ്മുടെ 22 കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം. പിന്നെ 28 മാർച്ച് 28 നട തുറപ്പ്. അപ്പം എല്ലാവരും ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ എല്ലാവരും വരണം. അപ്പോൾ നമുക്ക് എന്താണ് ഈ കൊടുങ്ങല്ലൂർ ഭരണി എന്ന് അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പുരാതനവും വിചിത്രവുമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായ 2 കഥകളാണ് പ്രചാരത്തിലുള്ളത്. ഒന്ന് ദാരികവധം, പിന്നെ 2 കണ്ണങ്കിയുടെ രോക്ഷം. അത് രണ്ടാണ് ഇതായിട്ട് ബന്ധപ്പെട്ട 2 കഥകൾ. അപ്പൊ ദാരികവധം എന്നാൽ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ച ഭദ്രകാളി ലോകത്തിന് ഭീഷണിയായ ദാരികൻ എന്ന അസുരനെ വധിച്ചു. ദാരികാവധം ഭദ്രകാളി ദാരികൻ എന്ന അസുരനെ വധിച്ചതിന്റെ വിജയാഘോഷമാണ് ഭരണി എന്നാണ് പ്രധാന വിശ്വാസം. ദാരികനെ നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കാളിയെ ശാന്തയാക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ അശ്ലീലം കലർന്ന പാട്ടുകൾ പാടുകയും രക്തം ചിതറുന്ന ആചാരങ്ങൾ നടത്തുകയും ചെയ്തു അത്രേ. ഇതിന്റെ സ്മരണാർത്ഥമാണ് ഇന്നും ഭരണിപ്പാട്ടും തർപ്പണങ്ങളും നടക്കുന്നത്. ഇനി കണ്ണങ്കിയുടെ കഥ. മധുര നഗരം ദഹിപ്പിച്ച ശേഷം ക്രോധമടങ്ങാത്ത കണ്ണങ്കി കേരളത്തിലെത്തുകയും കൊടുങ്ങല്ലൂരിലെ കൊടുങ്ങല്ലൂരമ്മയിൽ ലയിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു വിശ്വാസം. പാണ്ഡ്യ രാജാവിനെ വധിച്ചതിന്റെ പക തീർക്കാൻ ഭക്തർ ആയുധങ്ങളുമായി തുള്ളിപ്പാടുന്നതാണ് കോമരങ്ങളുടെ പുറപ്പാടെന്നും പറയപ്പെടുന്നു. ഇനി ഒരു ചരിത്രപരമായി നോക്കിയാൽ കൊടുങ്ങല്ലൂർ ഒരു കാലത്ത് വലിയൊരു ബുദ്ധവിഹാരമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. പിൻകാലത്ത് ഇത് ശൈവ ശാക്തേയ ആരാധന കേന്ദ്രമായി മാറി. മദ്യവും മാംസവും മുൻപ് ഈ ഉത്സവത്തിന് ബലിയായി ഉപയോഗിച്ചിരുന്നു. ഇന്നതൊരു പ്രതീകാത്മകമാണ്. ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിന് ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയതോടെയാണ് ആരാധനാ രീതികളിൽ വലിയ മാറ്റങ്ങൾ വന്നത്. ഇവിടുത്തെ ഈ ഭരണിയോടനുബന്ധിച്ച് പ്രധാന ചടങ്ങുകൾ കുറേയുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് 1 കോഴിക്കൽ മൂടൽ, പിന്നെ കാവ് തീണ്ടൽ, ഭരണിപ്പാട്ട്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് 1 കോഴിക്കൽ മൂടൽ പണ്ട് നടന്നിരുന്ന മൃഗബലിയുടെ പ്രതീകമായി ഇന്ന് ചുവന്ന പട്ടു വിരിച്ച കല്ലുകളിൽ പൂവങ്കോഴികളെ സമർപ്പിക്കുന്നു. പിന്നെ കാവ് തീണ്ടൽ, ഭരണിയുടെ ഏറ്റവും പ്രധാന ചടങ്ങ്. കൊടുങ്ങല്ലൂർ രാജാവ് ചുവന്ന പട്ട് കുട നിവർത്തുന്നതോടെ ഭക്തർ, അതായത് കോമരങ്ങൾ, മുളവടികളുമായി ക്ഷേത്രത്തിന് ചുറ്റുമോടി തറവാടുകളിലേക്ക് മടങ്ങുന്നു. പിന്നെ ഭരണിപ്പാട്ട്. പിന്നെ ദേവി, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഭരണിപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തെറിയാണ്, അതാണ് ഇതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു
കുറച്ച് കഥകളൊക്കെ ഉണ്ട്. ഈ ഭരണിപ്പാട്ട് എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ കൊടുങ്ങല്ലൂർ ജീവിക്കുന്ന എല്ലാവരും ഭരണിപ്പാട്ട് നടത്തുന്ന സ്ഥലമല്ലേ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കാറുണ്ട്. പക്ഷേ ഈ ഭരണിപ്പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദേവിയെ സ്തുതിച്ചുകൊണ്ടും പിന്നെ പരിഹസിച്ചുകൊണ്ടും ഭക്തർ പാടുന്ന പാട്ടുകൾ. ഇത് കാളിയുടെ രൗദ്രഭാവത്തെ തണുപ്പിക്കാനാണെന്നാണ് വിശ്വാസം. പിന്നെ ഭരണിയിലെ തെറിപ്പാട്ടുകൾ എന്നത് കേവലം അശ്ലീലമല്ല, മറിച്ച് ഭക്തനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തെയും പ്രകൃതിയുടെ വന്യതയെയും സൂചിപ്പിക്കുന്ന പുരാതനമായ ഒരു ആചാരമാണ്. അപ്പോൾ ഈ ഒരു സംഭവം അറിയാത്തവരാണ് ഈ ഭരണിപ്പാട്ടിനെ കുറിച്ച് ഈ കൊടുങ്ങല്ലൂർക്കാരെ കളിയാക്കി പറയുന്നത്. അപ്പോൾ ഇനി അത് വേണ്ടാട്ടോ. ഈ ഭരണിപ്പാട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ദേവി ക്രോധമായി നിൽക്കുമ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണ്ടത്തെ ആചാരങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രമാത്രം. പിന്നെ ഭരണിപ്പാട്ടിന് ശേഷം ചന്ദനം ചാർത്തൽ എന്നൊരു പരിപാടിയും കൂടിയുണ്ട്. ഉത്സവത്തിന് ശേഷം ക്ഷേത്ര നട അടച്ച് വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തുന്ന ഒരു വിശേഷാൽ ചടങ്ങാണത്. അപ്പം അതോടുകൂടി ഉത്സവങ്ങളൊക്കെ ഒരു വിധം ശമിച്ചു എന്നാണ്. പിന്നെ ഈ കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറഞ്ഞാൽ പലർക്കും പല വിധത്തിലാണ് അറിയുക. പക്ഷേ ഇതൊരു വലിയൊരു അടിപൊളി ഒരു ആചാരവും ഒരു ഉത്സവമാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ഞാനും ഇതുപോലെ തെറ്റിദ്ധരിച്ചു കൊണ്ടുള്ള ഒരു ഉത്സവമാണ് ഭരണിപ്പാട്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് നല്ല ആചാരങ്ങളും നല്ലൊരു ഉത്സവമാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണി. ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒന്നാണ് ഭരണി. പ്രത്യേകിച്ചും കീഴ്ജാതിക്കാരായി കരുതിയിരുന്നവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ ഭക്തിയും അമർഷവും പ്രകടിപ്പിക്കാൻ ലഭിച്ചിട്ടുള്ള ഒരേ ഒരു വേദിയായിരുന്നു ഈ കൊടുങ്ങല്ലൂർ ഭരണി. ഇന്നും കേരളത്തിലെ നാടൻ പാട്ട്, നമ്മുടെ ഇന്നത്തെ നാടൻ പാട്ട് എന്ന് പറയുന്നത് ഈ ഒരു കൊടുങ്ങല്ലൂർ ഭരണിയിൽ നിന്ന് ഉണ്ടായതാണ്. അതൊരു ഉത്സവത്തിൽ നിന്നാണ് ഈ നമ്മൾ നാടൻപാട്ടിന്റെ ഒരു പ്രാധാന്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണി എന്താണെന്ന് അറിയാതെ നിങ്ങൾ ഒരിക്കലും അവിടെ കൊടുങ്ങല്ലൂരുള്ള ജനങ്ങളെയോ കൊടുങ്ങല്ലൂരുള്ള ആൾക്കാരെയോ ഒരു വിധത്തിൽ നിങ്ങൾ ഇതിന്റെ പേരും പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. ഇതൊരു ഏറ്റവും പവിത്രമായ ഒരു ഉത്സവം തന്നെയാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണി വെറും ഒരു ഉത്സവമല്ല എന്ന് ഞാൻ പറഞ്ഞു, മറിച്ച് ചരിത്രാതീത കാലം മുതലുള്ള കേരളത്തിലെ സാമൂഹിക പരിണാമത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പുരാതന കേരളത്തിലെ മഹോദയപുരം ചേര രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു. ഈ ക്ഷേത്രം അവരുടെ കുലദൈവമായ കുറുമ്പ ഭഗവതിയുടേതായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെ ചിലമ്പധികാരത്തിലെ നായികയായ കണ്ണങ്കിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണിതെന്ന് ഒരു വിശ്വാസമുണ്ട്. പിന്നെ ചേരൻ ചെങ്കുടവൻ ഹിമാലയത്തിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് കണ്ണങ്കിക്കായി ക്ഷേത്രം പണിതു എന്നാണ് ചരിത്രപരമായ ഒരു ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ അവസാനത്തെ ചടങ്ങാണ് ചന്ദനം ചാർത്തൽ. അശ്വതി നാളിന് ശേഷം വരുന്ന ഭരണിയോടനുബന്ധിച്ച് ദേവിക്ക് ചന്ദനം ചാർത്തുന്ന അതിമനോഹരമായ ചടങ്ങും കൂടിയാണിത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ പ്രാവശ്യത്തെ ഭരണി കാണാനായിട്ട് വരണം. അപ്പം അത് കുറെ കോഴിക്കൽ മൂടൽ ഒരു ദിവസമാണ്, പിന്നെ ഭരണിപ്പാട്ട് ഒരു ദിവസം, പിന്നെ കാവ് തീണ്ടൽ, അവസാനം ചന്ദനം ചാർത്ത. അപ്പൊ ഇതിലൊക്കെ ഓരോ ചടങ്ങുകൾക്കും ഓരോ ദിവസമാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ കാവ് തീണ്ടലിനൊക്കെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റാത്ത അധികം തിരക്കായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കോഴിക്കൽ മൂടലിന് വരാം, പിന്നെ നിങ്ങൾക്ക് ചന്ദനം ചാർത്തലിനൊക്കെ വരാം. അപ്പൊ എല്ലാവർക്കും കൊടുങ്ങല്ലൂരിക്ക് സ്വാഗതമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഭക്തി പ്രാധാന്യമുള്ള വീഡിയോസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇനിയും ഞാൻ കുറേ അമ്പലങ്ങൾ സന്ദർശിച്ച് നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ സ്റ്റോറീസുകളും അവിടെ കാണുന്ന കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും അപ്പോൾ കാണുന്നതിനായി എൻ്റെ ചാനലിൻ്റെ ബെൽ ബട്ടൺ അമർത്താനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാറ്റ ബൈ, സീ യു.